നമസ്കാരം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അപ്പം ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പള്ളി ചന്ദനപ്പള്ളിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയാണ്. അപ്പം ഈ പള്ളിയുടെ കൽക്കുരിശിന് ചുറ്റും അയ്യപ്പന്മാരാണ്, കെട്ടുമുറുക്കി ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാരാണ്. അവര് ആ കൽക്കുരിശിന് ചുറ്റും വലം വെക്കുന്നു, അവിടെ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ തേങ്ങ ഉടയ്ക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഉടച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ ഇതാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞൊരു ഫീലിംഗ് ആണ്. എനിക്ക് സന്തോഷം തോന്നി. കൊള്ളാലോ, ഇങ്ങനൊക്കെ ഇതാകണം നമ്മുടെ കേരളം, ഇതാകണം നമ്മുടെ നാട് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. പക്ഷെ ഇതിൻ്റെ കമൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ താമസിക്കുന്നുണ്ട്, മലയാളികൾക്കിടയിലുണ്ട്. അത്രയും മോശമായിട്ടുള്ള കമൻസ് ഒക്കെയാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഹിന്ദുക്കളെ നാണം കെടുത്തുന്നു, ഹിന്ദുക്കളെ അപമാനിക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള തെറ്റും തോന്നിയില്ല. ഹിന്ദുക്കളെ അപമാനിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. മറിച്ച് സന്തോഷമാണ് തോന്നുന്നത്. ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസം, മതസൗഹാർദ്ദം, അതൊക്കെ നല്ല കാര്യമല്ലേ? ചില ആൾക്കാർ ഇപ്പോൾ വന്ന് പറയും മതേതരം എന്ന് പറയുന്ന വാക്കേ മിണ്ടരുത്, അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഹാലിളകുമെന്ന്. എന്തിനാണ് അത് കേൾക്കുമ്പോൾ ഹാലിളകുന്നത്? ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമായിട്ടുള്ളൊരു ടേമാണ്. ഒരുപാട് മതങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സമൂഹത്തില്, മതവിശ്വാസികൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സമൂഹത്തില് ആ ടേം വളരെയധികം അത്യാവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ സമാധാനം തന്നെ ഇല്ലാതെയാകും. അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം ഉണ്ടാകുന്നത് നല്ല കാര്യമല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നത് നല്ല കാര്യമല്ലേ? ഇവിടെ അയ്യപ്പന്മാര് ആ പള്ളിയിൽ കയറി വലം വെച്ച് പോയതിൽ എന്താണ് തെറ്റ്? അത് അവരുടെ വിശ്വാസമായിരിക്കാം. അവിടെയുള്ള ആ ഒരു ഏരിയയിലുള്ളവരായിരിക്കും ആ അയ്യപ്പന്മാര്. ആ ഏരിയയിലുള്ള ആൾക്കാര് ആ പള്ളിയും ആ പള്ളിയുടെ വിശ്വാസവുമായിട്ടൊക്കെ തന്നെ അടുത്ത് ഇടപെടുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ തോന്നും. ഈ ചന്ദനപ്പള്ളിയിലെ വലിയ പള്ളി അതിന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളൊരു പള്ളിയാണ്. അതുകൂടാതെ തന്നെ വളരെ ഫേമസ് ആണ്. അവിടുത്തെ ചെമ്പെടുപ്പ് പെരുന്നാള് അത് നമ്മുടെ കേരളം മുഴുവൻ അറിയാവുന്ന ഒരു സാധനമാണ്. ഒരുപാട് ആൾക്കാർ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു പെരുന്നാളാണ് അവിടുത്തെ ചെമ്പെടുപ്പ് പെരുന്നാൾ എന്ന് പറയുന്നത്. അത്രയും ഫേമസ് ആണ്. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് ആൾക്കാർ ആ ഒരു ഇതിൽ പങ്കെടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഏരിയയിലുണ്ട് അങ്ങനെ ഒരു പള്ളി. ആ പള്ളിയിലും ഇതേപോലെ തന്നെ ഒത്തിരി ദൂരത്ത് നിന്ന് പോലും ആൾക്കാർ അന്വേഷിച്ചു വരാറുണ്ട്. ഈ ഏരിയയിലുള്ള ജനങ്ങള് ഇവിടെയുണ്ട് ചെമ്പെടുപ്പ് ദാസ. ഈ ഏരിയയിലുള്ള ജനങ്ങൾ മുഴുവൻ ആ ചെമ്പിനകത്ത് കൊണ്ടുപോയി നേർച്ച സമർപ്പിക്കും. അതുകൂടാതെ തന്നെ ആ പള്ളിയിൽ പോയി നേർച്ചച്ചോറ് കഴിക്കാറുണ്ട്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും നോക്കാറില്ല ഞങ്ങള്. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല. അത് കണ്ടു വളർന്നത് കൊണ്ട് തന്നെ എനിക്കിത് കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. അതാണ് പറയുന്നത്, ഇതൊക്കെ കണ്ടു വളരുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും ഒരു തെറ്റും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവിടെ ഒരിക്കലും ഹിന്ദുവിനെ അപമാനിക്കുകയല്ല, മറിച്ച് ഹിന്ദുവിന്റെ പേര് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് മതത്തെ അപമാനിക്കുന്നത്? എങ്ങനെയാണ് മതവിശ്വാസങ്ങളെ അപമാനിക്കുന്നത്? ശബരിമലയിൽ ഇരിക്കുന്ന ദൈവത്തെ കാണാനാണ്, അയ്യപ്പനെ കാണാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ലംഘിക്കപ്പെടുന്നില്ല. മതസൗഹാർദ്ദത്തിന്റെ മുഖമുദ്രയാണ് അയ്യപ്പൻ എന്നാണ് പറയുന്നത്. ഒരു സിമ്പലായിട്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദൈവത്തെ കാണാൻ പോകുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. ഇതാണ് ഉചിതമായിട്ടുള്ള രീതി. ഞാൻ കുഞ്ഞിലെ ഒരു തവണ ശബരിമലയിൽ പോയിട്ടുള്ളൂ. ഞാൻ ശബരിമലയിൽ പോയപ്പോഴും ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള കുരിശിൻ്റെ അവിടെ ആയിക്കോട്ടെ, വഞ്ചിയിലായിക്കോട്ടെ, ഇവിടെ ഒക്കെ തന്നെ പോയി നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. കാരണം ശബരിമല യാത്ര എന്ന് പറയുന്നത് അത് അത്രയും പുണ്യമായിട്ടാണ് കരുതുന്നത്. അതുകൂടാതെ തന്നെ ഭയങ്കര കഠിനമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ ഈ ഏരിയയിലുള്ള ദൈവങ്ങളെയൊക്കെ തന്നെ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് പോകുന്നത്. പല ആൾക്കാരും അതാണ് ശീലിച്ചു വന്നത്. ചിലപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ച ആ ആൾക്കാരുടെയൊക്കെ തന്നെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ തന്നെ ഈ രീതിയിലായിരിക്കും പോയിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് അവർ അതേ പാത തന്നെ ഫോളോ ചെയ്തേക്കുന്നത്. അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കാം. അവിടെയുള്ള പള്ളിയിലുള്ള ആൾക്കാർക്കും ഇത് സ്ഥിരം കാഴ്ചയായിരിക്കാം. അങ്ങനെയായിരിക്കാം അവരൊക്കെ ജീവിച്ച് വളർന്നത്. അതിനകത്ത് തെറ്റ് കാണുന്നവരുടെ കണ്ണിലാണ് യഥാർത്ഥത്തിൽ തെറ്റുള്ളതെന്ന് ഞാൻ പറയും. നിങ്ങളുടെ മനസ്സിലെ ഇരുട്ട് മാറ്റിയിട്ട് വെളിച്ചം കൊണ്ടുവന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് കണ്ടു നോക്കും. ഒരു തെറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. പരസ്പരം സൗഹൃദത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ അത് കാണാൻ വേണ്ടി സാധിക്കത്തില്ല.
അതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. ഇനി കാണാൻ സാധിക്കത്തില്ല, തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എന്ത് നേട്ടത്തിന് വേണ്ടി? തത്വമസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ശബരിമലയിൽ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ തത്വമസി. എന്താണ് അതിനകത്ത് പറയുന്നത്? നീ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അയാൾ നിന്റെ ഉള്ളിലാണെന്ന്. അത് നമ്മുടെ ഉള്ളില്, നമ്മുടെ സോളെന്ന് പറയും, നമ്മുടെ ആത്മാവ്, അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് പറയും. അപ്പൊ ഈ സോള്, ഈ ആത്മാവ് നന്നാക്കണം, നമ്മുടെ മനസ്സ് നന്നാക്കണം, അങ്ങനെ പറയും. മനസ്സ് നന്നായിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണുമ്പോൾ അത്ര വലിയ ഇതായിട്ട് തെറ്റായിട്ട് തോന്നത്തില്ല. മനസ്സ് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിനെക്കാട്ടിലൊക്കെ വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന്. ഒത്തൊരുമയും സൗഹൃദവും സ്നേഹവും ഒക്കെ തന്നെയാണ് ഏറ്റവും വലുത്. പരസ്പര ബഹുമാനം, സൗഹൃദം, പരസ്പരം എന്താ പറയുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, അവരെ അപമാനിക്കാതെ ഇരിക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മതങ്ങളുടെ പേര് തമ്മിൽ തല്ലുന്നത്? അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. അപ്പം മാറി ചിന്തിക്കുക, സ്വയം ആലോചിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നതിൻ്റെ ആവശ്യകതയുണ്ടോ? കുരിശിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചാലോ, നമ്മുടെ മൂർത്തികളുടെ ദൈവത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലോ, ആരുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ദൈവങ്ങളും പേരുകളും മാത്രമേ മാറുന്നുള്ളൂ. നമ്മുടെ അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ മാറത്തില്ല. ഏത് ദൈവത്തിന്റെ മുമ്പിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മുടെ പ്രാർത്ഥന ശരിയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടേണ്ട സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. മനസ്സ് ശരിയല്ലാതെ ആരുടെ മുമ്പിൽ പോയി കുമ്പിട്ടിട്ടോ, എത്ര രൂപ കൊണ്ട് നേർച്ച സമർപ്പിച്ചിട്ടോ, എത്ര തവണ ശബരിമലയിൽ പോയി എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യേണ്ടതാണ്, ദൈവത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി നേർച്ച ഇടുന്നതിന് മുമ്പോ തൊട്ട് മുമ്പ് നമ്മുടെ മനസ്സ് നമ്മൾ ശുദ്ധിയാക്കുക, മനസ്സ് ശരിയാക്കുക. മനസ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ പോയി ഒന്ന് കുമ്പിടേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങൾ പെർഫെക്റ്റ് ആവും. അപ്പം ആദ്യം ഇവിടെ മാറ്റ്, എന്നിട്ട് ബാക്കിയുള്ളവരെ മാറ്റുക.